നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടയിലും ആഗോള വിപണിയിൽ നിന്നും വന്ന പോസിറ്റീവ് വാർത്തകൾ ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഇന്ന് വലിയൊരു ഉണർവാണ് നൽകിയത്. സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയും തിരിച്ചുവരവ്, ക്രൂഡ് ഓയിൽ വിപണിയിലെ നിർണായക മാറ്റങ്ങൾ, ഗ്യാസ് വിതരണത്തിലെ സർക്കാർ ഇടപെടലുകൾ, കുതിച്ചുയർന്ന ഫെർട്ടിലൈസർ ഓഹരികൾ, ഒപ്പം ചൈനീസ് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു സർക്കാർ തീരുമാനം എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ നേരിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഈ വാർത്തകൾ നമുക്ക് നോക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപൊരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക നിക്ഷേപങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് FDI. എന്താണിതിന്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ ഫെഡറൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ FDI. ഓപ്ഷൻ ബി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ FDI. ഓപ്ഷൻ സി ഫിനാൻഷ്യൽ ഡൊമസ്റ്റിക് ഇൻഡെക്സ്. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റിലെ മികച്ച റിക്കവറിയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ കനത്ത നഷ്ടങ്ങൾക്ക് ശേഷം വിപണി ഇന്ന് ശക്തമായി തിരിച്ചുകയറി. സെൻസെക്സ് 78,000 എന്ന സുപ്രധാന ലെവൽ കടന്നപ്പോൾ നിഫ്റ്റി 50 233 പോയിന്റുകളുടെ മികച്ച നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. ആഗോള വിപണിയിൽ നിന്നുള്ള പോസിറ്റീവ് സൂചനകളാണ് ഈ കുതിപ്പിന് പ്രധാന കാരണം. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിന്റെ പട്ടികയിൽ ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ് സെക്ടറുകൾ വലിയ മുന്നേറ്റം നടത്തി. ശ്രീറാം ഫിനാൻസ് ഓഹരികൾ 8% ഉയർന്നപ്പോൾ ഐഷർ മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ് PV എന്നിവ 4% നേട്ടമുണ്ടാക്കി. വിപണിക്ക് ഇത്രയും വലിയൊരു ആശ്വാസം ലഭിക്കാൻ കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് വന്ന ചില സുപ്രധാന വാർത്തകളാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില താഴേക്ക് വന്നു. ഡൗ ജോൺസ് ഫ്യൂച്ചറുകളും പോസിറ്റീവായി ട്രേഡ് ചെയ്യാൻ തുടങ്ങി. കൂടാതെ എണ്ണവില നിയന്ത്രിക്കാൻ തങ്ങളുടെ റിസർവ് ശേഖരം പുറത്തെടുക്കാൻ G7 രാജ്യങ്ങൾ തയ്യാറാണെന്നും എന്നാൽ ഇപ്പോൾ അത്തരമൊരു അടിയന്തര സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. എങ്കിലും ക്രൂഡ് ഓയിൽ വിപണിയിലെ അപകടം പൂർണ്ണമായും ഒഴിവായിട്ടില്ല. സൗദി അറാംകോയുടെ CEO ഇന്ന് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണം തുടർന്നാലത് ആഗോള എണ്ണ വിപണിയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതുകൊണ്ടുതന്നെ കഴിഞ്ഞ ആഴ്ചകളിലെ ക്രൂഡ് ഓയിൽ വിലവർദ്ധനവ് ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റിനെ വലിയ രീതിയിൽ തളർത്തിയിട്ടുണ്ട്. പണപ്പെരുപ്പം കൂടുമെന്ന ഭയത്താൽ നിക്ഷേപകർ ബോണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കുകയാണ്. ഈ ആഗോള പ്രതിസന്ധിയുടെ ഫലം ഇന്ത്യയിലും പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. LNG വിതരണം തടസ്സപ്പെട്ടത് കാരണം മുംബൈയിൽ LPG ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് മുംബൈയിലെ 20% ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പ്രതിസന്ധി രൂക്ഷമായതോടെ ഗ്യാസ് വിതരണത്തിൽ ഇപ്പോൾ സർക്കാർ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. വ്യാവസായിക ആവശ്യങ്ങളെക്കാൾ ഘാരിക ആവശ്യങ്ങൾക്കുള്ള LPG, CNG, പൈപ്പ് വഴിയുള്ള കുക്കിംഗ് ഗ്യാസ് എന്നിവയ്ക്ക് മുൻഗണന നൽകാനാണ് സർക്കാർ തീരുമാനം. ഇതിനിടയിൽ സാധാരണക്കാർക്കൊരു വലിയ ആശ്വാസവാർത്ത സർക്കാർ വൃത്തങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നാലും ഇന്ത്യയിൽ പെട്രോൾ വില വർദ്ധിപ്പിക്കില്ല എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഇത് ഓട്ടോ സെക്ടറിനും FMCG കമ്പനികൾക്കും വലിയൊരു പോസിറ്റീവ് വാർത്തയാണ്. യുദ്ധം കാരണം ഇന്ത്യയിൽ വളം ക്ഷാമമുണ്ടാകുമെന്ന പേടി കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണിയിലുണ്ടായിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന ഖാരിഫ് സീസണിലേക്ക് ആവശ്യമായ യൂറിയ, ഫോസ്ഫറ്റിക് വളങ്ങൾ ഇന്ത്യയിൽ ആവശ്യാനുസരണം സ്റ്റോക്കുണ്ടെന്ന് ഫെർട്ടിലൈസർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്ന് ഒഫീഷ്യലായി സ്ഥിരീകരിച്ചു. ഈ വാർത്ത പുറത്തുവന്നതോടെ ഫെർട്ടിലൈസർ ഓഹരികൾ ഇന്ന് വൻ കുതിപ്പാണ് നടത്തിയത്. RCF, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC തുടങ്ങിയ ഓഹരികൾ ഇന്ന് വൻ കുതിപ്പ് നടത്തി. വിപണിയെയും രാജ്യത്തെ നിർമ്മാണ മേഖലയെയും സ്വാധീനിക്കുന്ന വളരെ നിർണായകമായൊരു പോളിസി തീരുമാനം ഇന്ന് സർക്കാർ എടുത്തിട്ടുണ്ട്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നിക്ഷേപ നിയമങ്ങൾ സർക്കാർ ലഘൂകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ്, ഇലക്ട്രോണിക്സ് കമ്പനികൾക്ക് ചൈനയിൽ നിന്നുള്ള നിക്ഷേപങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും വേഗത്തിൽ കൊണ്ടുവരാൻ ഇത് വലിയ രീതിയിൽ സഹായിക്കും. ചൈനീസ് പങ്കാളിത്തമുള്ള ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികളുടെ ഓഹരികളിൽ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അവസാനമായി IPO മാർക്കറ്റിൽ നിന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ് നോക്കാം. ട്രൂ ഹോം ഫിനാൻസ് തങ്ങളുടെ പുതിയ IPOയ്ക്കായി സെബിയിൽ DRHP ഫയൽ ചെയ്തിട്ടുണ്ട്. 3000 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പബ്ലിക് ഇഷ്യൂ വൈകാതെ തന്നെ വിപണിയിലെത്തുന്നതാണ്. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. FDIയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ ബി ആയ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ ഈ വലിയ മാർക്കറ്റ് റിക്കവറിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ചപിടിച്ചോ എന്ന് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.